പീതാംബരങ്കരവിരാജിതരംഗചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത കഥാമൃത പരമ്പരയിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം, നാരദൻ ഭഗവാന്റെ ഗാർഹസ്ഥ്യം പരീക്ഷിച്ചറിയാൻ പോയി. പരീക്ഷിക്കപ്പെട്ടത് നാരദനാണ് എന്ന് മാത്രം. ഭഗവാനെ പരീക്ഷിക്കാൻ പോയിട്ട് എന്തായി? നാരദൻ തോറ്റു. അപ്പം നാരദ പരീക്ഷ എന്ന് പറഞ്ഞാൽ രണ്ടും ആവാം. നാരദൻ പരീക്ഷിച്ചതും ആവാം, നാരദനെ പരീക്ഷിച്ചതും ആവാം. അപ്പം ധർമ്മം പറയല്ല, പ്രവർത്തിക്കുക കൂടി ചെയ്യുക. അതാണ് ഭഗവാന്റെ രീതി. തച്ഛിക്ഷയൻ ലോകം ഇമം ആസ്തിത പുത്ര മാ കിത ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താതനുമോദിത. പറയണ മാത്രമല്ല, അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കലാണ് എൻ്റെ രീതി എന്ന് ഭഗവാൻ സ്വയം അനുഭവത്തിൽ കൂടെ കാണിച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഉദ്ധവനോട് ചോദിച്ചുകൊണ്ട് രാജസൂയത്തിന് പോവാൻ തീരുമാനിക്കുകയാണ് ഭഗവാൻ. രാജസൂയത്തിന് പുറപ്പെടുമ്പോൾ അത് വേണോ, ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം വേണോ എന്ന് രണ്ടും ഒരേ സമയത്താണ് വന്നത്. അപ്പം അതിനു മുമ്പേ ലേശം ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഒരു ദിനചര്യ ഒന്നങ്ങനെ വർണ്ണിക്കുകയാണ്. അവിടെ നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ദിനചര്യ. അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ദിനചര്യ ഇപ്പോൾ അവിടെ വർണ്ണിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ടാണ് ഉദ്ധവനിലേക്ക് കടന്ന് രാജസൂയത്തിലേക്ക് എത്തണത്. ദിനചര്യയിൽ ആദ്യം പറഞ്ഞത് എന്താണ്? അദോഷ ശുഭവൃത്തായാം കുക്കുടാൻ ഗൂജദോഷഭൻ ഗൃഹീത കണ്ഡ്യ പതിപർ മാധവ്യോ വിരഹാതുര. ഇവിടെ വേണം ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേ ഉത്തായ വാരുപസ്പൃശ്യ മാധവ ദത്യോ പ്രസന്നകരണ ആത്മാനം തമസ പരം. എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും രാവിലെ ഒരു 4 മണി മാമ മുഹൂർത്തത്തിൽ എണീക്കണം എന്നാണ്. ശരിക്കും നിരീക്ഷിച്ചാൽ കാണാം, ബ്രാഹ്മ മുഹൂർത്തത്തിൽ കിടന്നുറങ്ങണ ഒരേ ഒരു ജന്തു മനുഷ്യനെ അത്രയേ ഉള്ളൂ. പശുക്കളെണീക്കും, പക്ഷികളെണീക്കും, സർവ്വജീവികളും ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കും. ഇവിടെ ഇപ്പോൾ പ്രസവിച്ചൊരു കുട്ടി ഉണരണ സമയം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇപ്പോൾ വല്ല പ്രസവിച്ചിട്ടുണ്ടാകുക, ആ കുട്ടിയെ ശ്രദ്ധിച്ചാൽ അറിയാം 4 മണി സമയത്ത് ഉണരും. അപ്പോൾ മനുഷ്യൻ്റെ എന്നല്ല, എല്ലാ ഈ പ്രകൃതിയിലുള്ളവരുടെ സഹജ സ്വഭാവമാണ് ഈ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളത്. പിന്നെ നമ്മളതിനെ കൃത്രികമായി മാറ്റി കിടക്കാൻ വഴുകി, ഉറങ്ങാൻ വഴുകി, ഉറക്കം കിട്ടിയില്ല, വെളിച്ചാകുമ്പോൾ കിടന്ന് ഉറങ്ങണ പോലെ ആക്കുകയാണ്. അപ്പോൾ ആരോഗ്യത്തിന് നല്ലതുമാണ് നേരത്തെ എണീക്കുന്നത്. ആ ഒരു അന്തരീക്ഷം, സൂര്യോദയത്തിന് മുമ്പേ ഉള്ള അന്തരീക്ഷം അപ്പം തന്നെ കിട്ടുള്ളൂ. വേറെ എപ്പോഴെങ്കിലും കിട്ടും ഒരു ദിവസത്തിൽ. അപ്പോൾ അത് കുറച്ച് നമ്മൾ അനുഭവിക്കണം എന്നാണ്. ബുദ്ധി നേരെ നിൽക്കുന്ന സമയമാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധി പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പോൾ ഈശ്വര വിചാരം ചെയ്യാനോ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ് അത്. അതാണ് ഭഗവാൻ ആദ്യം എഴുന്നേൽക്കുന്ന സമയം പറഞ്ഞത്. കേട്ടോ, ഏകം സ്വയം ജ്യോതിരനന്യമവ്യയം സ്വസംസ്ഥയാ നിത്യനിരസ്ത കൽമഷം ബ്രഹ്മാക്യമസ്വദ്ഭവനാശഹേതുഭി സ്വശക്തിഭർ ലക്ഷിത ഭാവനിർവൃതിം. ആദ്യം ഇരുന്നോടത്തിരുന്നിട്ടൊരു ധ്യാനം ചെറുതായിട്ട്, പിന്നെ കുളി കഴിഞ്ഞിട്ടാണ് വിസ്തരിച്ചിട്ടുള്ള ഈശ്വര പൂജയൊക്കെ. ഇതിന് കുളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഈ ധ്യാനത്തിന്. എഴുന്നോർത്തിരുന്ന് താൻ ഈ ശരീരമല്ലെന്നും ആത്മാവാണ് എന്ന് സ്വയം ജ്യോതി, ആത്മാവായിരിക്കുക, സ്വയം പ്രകാശ സ്വരൂപനാവുക, ഒന്നിനോടും ബന്ധമില്ലാതെ ഇരിക്കുക, ഒന്നിനോടും പ്രത്യേകതകളോ കൽമഷോ ഇല്ലാത്ത ലോകത്തിൻ്റെ സൃഷ്ടി സംഹാരകർത്താവായ ആത്മാവാണ് താൻ, ശരീരമല്ല എന്ന് ഒന്ന് മനസ്സിൽ ഓർക്കുക. ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. ശരീരബോധമില്ലാണ്ട് ഏവാനും, ശരീരബോധമില്ലാണ്ട് ഒരു ശരീരത്തിനെ നോക്കണ്ട, കുളിക്കണ്ട എന്നല്ല അർത്ഥം. പലരും തെറ്റിദ്ധാരണയുണ്ട്, ശരീരബോധം ഇല്ലാണ്ട് എങ്ങനെ ജീവിക്കുക. ഇയാളിപ്പോൾ എന്താ ഈ പറയണത്? നേരം വിളിച്ചാകുമ്പോൾ കുളിക്കേണ്ട, അസുഖം വന്നാൽ ചികിത്സിക്കേണ്ട, പല്ല് തേക്കേണ്ട, വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട എന്നാണോ? അതല്ല ഈ ശരീരബോധം വേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം.
അത് മനസ്സിലാക്കാനുണ്ട്. അതിൽ ശരീരബോധം വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷിക്കേണ്ട എന്നല്ല, അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം, അല്ലാണ്ട് പറ്റില്ല. അത് വൃത്തിയാവട്ടെ, പല്ല് തേക്കലാവട്ടെ, ബാക്കി കാര്യങ്ങളാവട്ടെ, നിഷ്കർഷയോടുകൂടി കൊണ്ട് നടത്തേണ്ടത് തന്നെയാണ് ശരീരം. അംശമൊന്നും വേണ്ട അതിൽ. അതാരല്ല എന്ന് പറഞ്ഞാലും മരിക്കോളം നമുക്ക് ഈ ശരീരം വേണം, അതിനെ നോക്കും വേണം. ശരീരമാദ്യങ്കലും ധർമ്മസാധനം എന്ന് അങ്ങനെ ചിലർ അതിനെ വ്യാഖ്യാനിക്കും, വേറെ ചിലർ വേറെ തരത്തിലും വ്യാഖ്യാനിക്കും. പിന്നെന്താ, ശരീര ബോധം ഇല്ല, വേണ്ട എന്നാണ് പറഞ്ഞത്. ശരീരത്തിനെ കൊണ്ട് നടത്തണ്ട എന്ന് പറഞ്ഞില്ല, ശരീരത്തിനെ അവഗണിക്കണം എന്നും പറഞ്ഞില്ല, തോന്നിയത് കാട്ടണം എന്നല്ല എന്ന് ചുരുക്കം. അതിനെ ബോധം മനസ്സിന്ന് കുറയ്ക്കുക. താൻ സത്യത്തിൽ ശരീരമല്ല എന്നും ആത്മാവാണ് എന്നും ആ ആത്മാവിനെ നിലനിർത്താനായിട്ട് ശരീരത്തിനെ നമ്മൾ നോക്കണു, അത്രയേ ഉള്ളൂ. ലക്ഷ്യ ആത്മാവാണ് എന്ന് ഓർക്കുക. അത് ശരീരത്തിനെ നോക്കും വേണം. പക്ഷെ ആ ബോധം മനസ്സിലെപ്പോഴും വേണ്ട. ഞാൻ ശരീരമാണ്, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് സത്യത്തിൽ. അല്ല, ആ ബോധം മനസ്സിൽ കാണാനാണ് പറഞ്ഞത്. ശരീരത്തെ സംരക്ഷിക്കുക തന്നെ വേണം. അതിനാണ് ആയുർവേദാദി ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, ദിനചര്യ. അതിലും പറയേണ്ട എങ്ങനെ ശരീരത്തെ നോക്കണം, ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ശരീരത്തെ സംരക്ഷിക്കാനും ആരോഗ്യത്തോടു കൂടി നിലനിർത്താനും വേണ്ടി തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ബോധം ആത്മീയത്തിൽ ശരീരം എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിന് ശേഷം എന്താണ്, നമ്മളും തന്നെ രാവിലെ എണീക്കുമ്പോൾ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമത്യേ സരസ്വതി, കരമൂലേ തിതാ ഗൗരി, പ്രഭാതേ കരദർശനം. നമ്മുടെ കൈ നോക്കിയിട്ട് 3 ദേവീ സങ്കല്പം വേണം. മുകളിൽ ഗൗരി, താഴത്ത് സരസ്വതി, ലക്ഷ്മി, നടുവിൽ സരസ്വതി, താഴത്ത്. ആ ധ്യാനം അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറയണു. കാരണം ദേവീ സങ്കല്പത്തിൽ ഈ 3 എണ്ണമാണ്, സരസ്വതി, ലക്ഷ്മി, ദുർഗ. അതായത് ശക്തി, ബുദ്ധി, ധനം. ഇത് 3 നമുക്കുണ്ടായാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു നിമിഷമെങ്കിലും ഇരിക്കണം എന്ന് ചുരുക്കം. നേരെ അങ്ങോട്ട് ചാടി നീട്ട അടുത്ത മന്ത്രി പ്രവേശിക്കുകയല്ല. അതെന്താ വെച്ചാൽ കുറേ നേരം നമ്മുടെ ശരീരം ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടാണ് ഉറങ്ങണത്. അപ്പോൾ ഉടനെ തന്നെ അതിനെ വെർട്ടിക്കലാക്കാൻ പാടില്ല, കടയേന്നാക്കാൻ പാടില്ല. ഇടയിലൊരു സ്റ്റെപ്പ് കൊടുക്കണം. അതിനാണ് ഇരിക്കുന്നത്. അതൊക്കെ ശാസ്ത്രീയമാണ്. കാരണം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ട്. ചാടി നീക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വേണ്ടി വന്നാൽ നമ്മളറിയാതെ ചെയ്യണം. അപ്പോൾ അത് ശരിയല്ല. ശരിക്കും ചാടി പെട്ടെന്ന് എണീക്കുന്നത് ശരിയല്ല. ഉണർന്ന് മെല്ലെ എഴുന്നേൽക്കുക, ഇരുന്നിട്ട് കുറച്ച് നേരം കഴിച്ചിട്ട് എന്നിട്ട് എണീക്കണം. ഭൂമി തൊട്ട് തലയിൽ വയ്ക്കണം. സമുദ്രവസനേ ദേവി പർവ്വതസ്തനവണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഞാൻ ചവിട്ടാനാണ് പോണത് ഭൂമി, അതുകൊണ്ട് ക്ഷമിക്കണേ. ഏതെങ്കിലും ഒരാൾ നെഞ്ഞത്തോ മേലോ ചവിട്ടിയോ സഹിക്കുമോ? ഭൂമിയെല്ലാം സഹിക്കണം. അങ്ങനെ നമ്മൾ ഭൂമി തൊട്ട് തലയിൽ വെച്ചതിന് ശേഷമേ കാലുകൊണ്ട് ചവിട്ടാവും. ആദ്യം കൈകൊണ്ട് തൊട്ട് തലയിൽ വയ്ക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ അധികവും ഉണ്ടാവില്ല. പിന്നെ ഭഗവാൻ ചെയ്തത് എന്താ പറയണത്? ദേവാൻ ഋഷീൻ പിതൃൻ വൃദ്ധാൻ വിപ്രാൻ അഭ്യർച്ച ആത്മവാൻ. ആത്മസ്വരൂപിയോട് കൂടിയിട്ടുള്ള ഭഗവാൻ ദേവന്മാരെ അർച്ചിക്കുക. തൊട്ടടുത്ത അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ കഴിയുന്നത് ചെയ്യുക. ഋഷീൻ ഋഷിയജ്ഞം പുരാണം വായിക്കുക. ഗീതേ ഭാഗവതം എന്തെങ്കിലും കുറച്ച് നേരം വായിക്കണം. ഋഷിശാപം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷീൻ. പിതൃൻ കുളിക്കേണ്ട സമയത്ത് ഒരു കയ്യിൽ വെള്ളം എടുത്തിട്ട് അവനവൻ്റെ മരിച്ചുപോയ അച്ഛനമ്മമാരെ വിചാരിച്ച് ആ വെള്ളം ഒന്ന് അങ്ങനെ പ്രോക്ഷണം ചെയ്യുക. അതാണ് പിതൃകർമ്മം. അത്രേ ചെയ്യാൻ പറ്റൂ, വിസ്തരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് പിതൃൻ. വൃദ്ധാൻ, അവനവൻ്റെ വയസ്സിന് മേപ്പെട്ടുള്ളവരെ ഒക്കെ ബഹുമാനിച്ചും ശീലിക്കണം. പ്രായത്തിനൊരു പരിഗണനയുണ്ട്. അവർ ചിലപ്പോൾ എല്ലാം കൊണ്ടും ഉത്തമന്മാരാവണമെന്നില്ലെങ്കിലും ആ പ്രായത്തിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. വിപ്രാൻ, ബ്രാഹ്മണ തേജസ്സുള്ളവരെ നമസ്കരിക്കുക. അനുഷ്ഠാനമുള്ള ബ്രാഹ്മണരെ നമസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു തെറ്റുമില്ല. അവരുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്കൊരു അസറ്റാണ്. ഇവിടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക, സന്ധ്യാവന്തനാദി കാര്യങ്ങൾ സ്വാർത്ഥമില്ലാത്തത്, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ബ്രാഹ്മണർ എന്നും ബഹുമാന്യരാണ്. അപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് വേണം. പിന്നെ എന്ത് ചെയ്തു? ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്, ധാരാളം പശുക്കളെ ദാനം ചെയ്തു.
ബത്വം ദിനേ ദിനേ എന്നാണ്. ഒരു ബത്വം എന്ന് പറഞ്ഞാൽ 1390 ഒറ്റ വലിയൊരു സംഖ്യയ്ക്കാണ് ഒരു ബത്വം എന്ന് പറയുക. 1300 ചില്ലാണ് സംസ്കൃതത്തിൽ എഴുതാൻ അതിനേക്കാൾ സമയം എടുക്കും, വലിയൊരു വാക്ക് വേണം അല്ലേ. സഹസ്ര എന്നൊക്കെ പറഞ്ഞിട്ട് അധികം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വാക്ക് വെച്ചത്. ബത്വം 2 അക്ഷരം കൊണ്ട് 1300 ചില്ലാനം എന്നുള്ള സംഖ്യ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വാക്ക് ബത്വം. കോടിന്ന് എഴുതണം വെച്ചാൽ എത്ര ബുദ്ധിമുട്ടാണ്, എത്ര പൂജ ഇടണം. കോടിന്ന് എഴുതിയാൽ വേഗം കഴിഞ്ഞില്ലേ. എന്ന പോലെയാണ് ഈ ബത്വം ദിനേ ദിനേ. ഭഗവാന് ധാരാളം സൗകര്യം ഉള്ളതുകൊണ്ട് എത്രയോ പശുക്കളെയാണ് കൊടുത്തത്. ഒരു പശുവിനെ 2 പശുവിനെ എന്നല്ല, ബത്വം ആയിരക്കണക്കിന് പശുക്കളെ ദാനം ചെയ്തു. എന്നിട്ട് ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം. ഈ നരലോകത്തിന് മുഴുവൻ ഭൂഷണമായിരിക്കുന്ന തൻ്റെ ശരീരത്തെ ഒന്ന് അലങ്കരിച്ചു. വല്ല ആവശ്യമുണ്ടോ എന്നാണ് ഇവിടെ ചോദ്യം. ഭഗവാന്റെ ശരീരത്തെ അലങ്കരിക്കേണ്ട, അല്ലെങ്കിൽ തന്നെ അത് അലങ്കൃതമല്ലേ? ആ പ്രയോഗം എങ്ങനെയാണ്? ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം. ഈ ലോകത്തിലുള്ളവരെ മുഴുവൻ അലങ്കരിക്കാൻ കഴിവുള്ള ഭഗവാൻ തൻ്റെ ശരീരത്തെ ഒന്ന് അലങ്കരിച്ചു. കുറിക്കൂട്ടുകളൊക്കെ തൊട്ടിട്ട് നിർത്തും. ഭഗവാൻ അങ്ങനെയുള്ളതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഉള്ളത് അനുഷ്ഠിക്കുന്നത്. എന്നിട്ടാണ് കുറച്ചിങ്ങനെ സഭ അവിടെ വന്ന് കാര്യാദികൾ ആലോചിക്കുക. അപ്പോൾ ഏതുപോലെ ഭഗവാൻ ശോഭിച്ചു. തത്രോപവിഷ്ട പരമാസനേ വിഭുർ ബഭോസഭാസ കകുവോപഭാസയൻ. നക്ഷത്രങ്ങളുടെ ഇടയിൽ ശോഭിക്കണ ചന്ദ്രനെ പോലെ സിംഹാസനത്തിൽ ഭഗവാൻ ഇരുന്ന കാര്യാലോചികൾ ബുദ്ധവനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൂതൻ അവിടെ വന്നു കാണപ്പെട്ടു. കത്ത് ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. ഭഗവാനെ ജരാസന്ധൻ അയച്ച കത്താണ്. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ആദ്യം ഭഗവാനെ ഒന്നതിനെ സ്തുതിക്കുകയാണ്. ലോകോ വികർമ്മനിരത കുശലേ പ്രമത്ത കർമ്മണ്യം തുതിദേവദർശനേ ശ്രീ എത്താപദത്യ ബലവാനിക ജീവിതാശാം സത്യച്ചിനത്ത നിമിഷായ നമോസ്തു തസ്മൈ. സ്തുതിക്കുകയാണ്. ഭഗവാനോട് എന്തെങ്കിലും പരമാത്തൊരു സ്തുതി വേണം, എന്നിട്ടേ കാര്യം പറയും. പെട്ടെന്ന് തൻ്റെ കാര്യം പറയുക അങ്ങനെയല്ലല്ലോ. ഈ ലോകത്തിലുള്ളവരൊക്കെ പല കർമ്മങ്ങളിങ്ങനെ ചെയ്യുന്ന, അതിൽ നിന്ന് ക്ഷേമം ആഗ്രഹിക്കുന്നവരാണ്. വിവാഹം കഴിച്ചാൽ സുഖം കിട്ടും, കുട്ടികളുണ്ടായാൽ സുഖം കിട്ടും, ഓരോന്നും ഉണ്ടായി നോക്കണ്ടേ. അതിൻ്റെ അനന്തരഫലം അറിയണം വെച്ചാൽ ഒക്കെ ബുദ്ധിമുട്ടും പ്രാരബ്ധം ഉണ്ടാവുക. ഇത് പറയുകയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് കാര്യത്തിന് കർമ്മം ചെയ്യണോ സുഖം കിട്ടണോ ആ കർമ്മങ്ങളൊക്കെ നമുക്ക് ദുഃഖദായകങ്ങളായിട്ട് വരണു. പക്ഷേ അറിവുള്ളവർക്കൊന്നും മനസ്സിലാവുന്നുണ്ട് ഈശ്വരനെ ഭജിച്ചാൽ മാത്രമേ സുഖം കിട്ടുള്ളൂ. രണ്ടർത്ഥത്തിലും ആവാം. ഒന്ന് ഭജനം കൊണ്ടുള്ള സുഖം, രണ്ടാമത് ലോകത്തിൽ എങ്ങനെ കാര്യങ്ങളാവണോ അങ്ങനെ ആക്കിത്തരും ഭഗവാൻ. രണ്ടർത്ഥം ഉണ്ടായിനി. ഒന്ന് ഭഗവാനെ ഭജിക്കുമ്പോഴുള്ള സുഖം, രണ്ട് നമ്മുടെ കാര്യാദികളെ നേരെയാക്കാനുള്ള ഭഗവാന്റെ കഴിവ്. ഭജിക്കുന്നവർക്ക് ആ അനുഗ്രഹം കൊടുത്ത് അവരെ രക്ഷിക്കണോ, ദുഃഖിപ്പിക്കാതിരിക്കണോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സദ്യച്ചിനത്തനിമിഷായ നമോസ്തു തസ്മൈ. എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകത്തിലോ സദ്യക്ഷണായ കലനിഗ്രഹണായ ജാന്യ. നല്ല ആൾക്കാരെ രക്ഷിക്കാനും ചീത്ത ആൾക്കാരെ ശിക്ഷിക്കാനും ആണല്ലോ സർവേശ്വര അവിടുത്തെ എല്ലാ അവതാരങ്ങളുടെയും ലക്ഷ്യം അതന്നെ. പിന്നെ ഈ രാജ്യസുഖം എന്നൊക്കെ പറയുന്നത് സ്വപ്നത്തിന് സമാനമാണ്. ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവില്ല. ഇപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സന്ദേശം അങ്ങേക്ക് അയച്ചത്. ജരാസന്ധൻ തടങ്കല്ല് വെച്ച നിർഭാഗ്യവാന്മാരായ രാജാക്കന്മാരാണ് ഞങ്ങൾ. മര്യാദയ്ക്ക് ഭക്ഷണമോ വസ്ത്രമോ കുളിക്കാനുള്ളത് ഒന്നും അവൻ തരുന്നില്ല രാജാവ്. അതൊരു വല്ലാത്തൊരു ശക്തിയാണ്. അതായത് എത്രയോ ആനകളുടെ 10,000 ആനകളുടെ ശക്തിയുണ്ട് അത്രയോ ജരാസന്ധന്. അവനെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സർവേശ്വര അങ്ങ് ഒരു സിംഹമായിട്ട് വരണം. അങ്ങായ സിംഹത്തിനെയാണ് ഇപ്പം ഞങ്ങൾ ഈ ആനയെ 10,000 ആനകളുടെ ശക്തിയുടെ ജരാസന്ധനെ കൊല്ലാൻ കാണുന്നുള്ളൂ. വിപ്രഗ്നിരോധഭവനേ മൃഗരാടിവ. മൃഗരാട് സിംഹം. സിംഹത്തിൻ്റെ ഗാംഭീര്യത്തിലുള്ള അവിടുന്ന് ജരാസന്ധനെ ആകുന്ന ആനയെ കൊല്ലാനുള്ള സിംഹമായി വന്ന് ഒന്നവനെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കണം. ദി നവകൃത്ത ഉദാത്ത ചക്രഭഗ്നോ മൃദേകല് ഭവന്തം അവന്തനീയാൻ. അപ്പം അത്രയുള്ള ആ രക്ഷിക്കണം എന്ന് പറയണം. എങ്ങനെയെങ്കിലും ജരാസന്ധനെ വധിക്കണം, ഇതാണ് ഉദ്ദേശം. അങ്ങനെ അവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഭഗവാനത് തോന്നി ചെയ്യേണ്ടതാണ്.
കാരണം വളരെ കാലമായിട്ട് ഇവൻ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ആർക്കും ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ജരാസന്ധനെ വധിക്കണം. അത് ഭഗവാൻ തീരുമാനിച്ച് കഴിഞ്ഞു. ബബിലല്ലെങ്കിലും അപേക്ഷിച്ചില്ലെങ്കിലും ചെയ്യും. ഇവിടെ പറയണ ജിതി നവകൃത്വ തന്നോ ഭവാൻ പണതശോക മഗതാക്വയ കർമ്മപാശാത് യോ ഭൂപുജോ ഐതമതംഗവേചേരോ. എത്രയോ ആനകളുടെ ശക്തിയുണ്ട്. ദി നവകൃത്ത ഉദാത്ത ചക്ര ഭഗ്നോ മൃതേ കലു ഭവന്തം അവന്ത വീര്യാൻ. ദി നവ എന്ന് പറഞ്ഞാൽ 18. ഉദാത്ത ചക്ര ഭഗ്നോ മൃതേ. പല പ്രാവശ്യം ഭഗവാനോട് യുദ്ധത്തിന് വന്ന് ആ യുദ്ധത്തിലൊക്കെ ഭഗവാനോട് തോറ്റിട്ടുണ്ട്. അത്ര വേഗമൊന്നും അവനെ തോൽപ്പിക്കാനും സാധിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാരദൻ്റെ ഒരു വരവിനെ വർണ്ണിക്കുന്നത്. നല്ല തേജസ്സോട് കൂടിയിട്ട് ആകാശത്ത് നിന്ന് വീണാപാണിയായിട്ട് നാരദൻ വന്നു. ഇപ്പം നാരദൻ പറഞ്ഞു, ഭഗവാനെ, അവിടെ ധർമ്മപുത്രർ രാജസൂയം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതങ്ങ് നടത്തി കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വെറുതെ പറയല്ല, എൻ്റെ അഭിപ്രായം കൂടി ചേർത്തിട്ടാണ് പറയണം. അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് യച്ഛതിത്വം മഹേന്ദ്രേണ രാജസൂയേന അഥവാ പാണ്ഡവ പാരമേഷ്ട്യകാമോ നൃപതി ഭവാൻ അനുമോദതാം. അതങ്ങ് വേണ്ട പോലെ ഒന്ന് നടത്തി കൊടുക്കേണ്ടതാണ്. ഈ ലോകത്തിൽ നല്ല കാര്യങ്ങൾ നടക്കണമല്ലോ എപ്പോഴും എന്നങ്ങനെ പറഞ്ഞ് നടത്തി കൊടുക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നാരദൻ ബ്രഹ്മപുത്രർ പറഞ്ഞിട്ടുള്ള കാര്യം ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇപ്പം ഇവിടെ ചെയ്യുക? രാജസൂയാണോ വേണ്ടത്, ജരാസന്ധനെ വധിക്കുകയാണോ വേണ്ടത് എന്ന് ഭഗവാൻ ഉദ്ധവനോട് ചോദിച്ചു. ഉദ്ധവ, ഏതാ ഇപ്പം ചെയ്യുക? ഉദ്ധവൻ യുക്തിയുക്തമായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഭഗവാൻ, ഇതിപ്പോൾ രണ്ടും അങ്ങോട്ട് ചെയ്താൽ പിന്നെ ഏതാ വേണ്ടത് എന്നുള്ള പ്രശ്നമില്ലല്ലോ. ജരാസന്ധനെ വധിക്കേണ്ടതും ആവശ്യമാണ്, രാജസൂയം നടത്തേണ്ടത് ആവശ്യമാണ്. അവർ രാജസൂയം നടത്താം എന്ന് തീരുമാനിക്കുക. അപ്പോൾ അതിൽ എല്ലാ രാജാക്കന്മാരെയും നമ്മൾ ജയിക്കേണ്ടി വരും. അപ്പോൾ ജരാസന്ധനെയും കൊല്ലാം. 2 കാര്യമായല്ലോ. ഇതെല്ലാവർക്കും സമ്മതമായി. അങ്ങനെ രാജസൂയത്തിനുള്ള പുറപ്പാടാണ്. ഭഗവാന്റെ 16,108 പത്നിമാർ, അതുപോലെ തന്നെ അവരുടെയൊക്കെ മക്കളും. വല്ലാത്തൊരു പ്രസ്ഥാനമാണ് ഈ പോക്ക് എന്ന് പറയുകയാണ്. ഇപ്പം മൊത്തം വഴി മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു. അത്രയധികം ആളുകളുണ്ട്. അത്രയധികം ഈ 10 മക്കളും 16,108 പത്നിമാരെന്ന് പറഞ്ഞാൽ എന്താ കഥ? എല്ലാവരും കൂടി അങ്ങനെ പുറപ്പെടണം. ആ പോക്കിനെ വേണ്ടി തദോരഥ ദിപപടതാദിനായകൈകരാളയാ പരിവൃത ആത്മസേനയാ മൃദംഗഭേര്യാനകശങ്കഗോമുഖേ പ്രഘോഷഘോഷിതകകുബോ നിരാക്രമ. ആനാരഥം, അതുപോലെ തന്നെ കുതിര, മറ്റു കാര്യങ്ങളെന്നൊക്കെയാണ് പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള സൈന്യത്തോട് മൃദംഗം മുതലായിട്ടുള്ള വാദ്യങ്ങളോട് കൂടിയിട്ട് പരാഭരണ വിലേപനസൃജ. സ്ത്രീകളൊക്കെ ഒരാൾ പുറപ്പെട്ടു, മറ്റാൾ പുറപ്പെട്ടു, ഒരാൾ പുറപ്പെട്ടു. അപ്പോൾ എല്ലാവരും പുറപ്പെട്ടു. അവർ അതാത് എവിടെയെങ്കിലുമൊക്കെ തങ്ങേണ്ടി വരും. ഹസ്തിനാപുരിയിലെത്തുക എന്ന് പറഞ്ഞാൽ ദൂരം കുറേയുണ്ട്. അപ്പോൾ തങ്ങാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിൽ പുരട്ടാനുള്ള ലേപനങ്ങൾ, പല വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് സ്വലങ്കൃത കടകുടി കമ്പളാമ്പര കൊടി കമ്പളാമ്പര കമ്പളങ്ങൾ, അതുപോലെ ചില കമ്പിളികൾ, ടാർപോളിൻ മുതലായിട്ട് സാധനങ്ങൾ വഴിയിൽ ടെൻ്റൊക്കെ അടിച്ച് ചിലപ്പോൾ കൂടിയിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും എത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ എടുത്തിട്ട് എല്ലാവരും ഹസ്തിനാപുരത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാണ്. തറ ദൂരം അനവധി ആളിത് കണ്ടു നിന്നു. ഭഗവാന്റെ എല്ലാ പത്നിമാരും എല്ലാവരെയും കൂടി ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പറ്റണൊരു കാര്യമില്ലല്ലോ. മഹർഷിമാർ സജ്ജനങ്ങളൊക്കെ 2 വശത്തു നിന്ന് ഭഗവാന്റെ സമേതമായിട്ടുള്ള ഈ യാത്ര കണ്ടു എന്ന് പറയാണ്. ചില മംഗളപദാർത്ഥങ്ങളൊക്കെ ശിരസിൽ
അർച്ചിച്ചു. പൂക്കളെ മലരെ മുതലായിട്ടുള്ള കാര്യങ്ങളവരൊക്കെ വളരെ ഗീതം വാദിത്ര ഘോഷേണ ദീപങ്ങൾ അതുപോലെ വാദ്യഘോഷങ്ങൾ മുതലായിട്ടത് കൊണ്ടൊക്കെ അവർ നടന്ന് ഹസ്തിനാപുരിയിലെത്തി എന്ന് പറയുകയാണ്. അർജുനൻ ഭഗവാനെ സ്വീകരിച്ചു. പാഞ്ചാലി ഇവിടെ കൃഷ്ണപത്നിമാരെ സ്വീകരിച്ചു. കുറേ വർത്തമാനങ്ങളൊക്കെ അവരങ്ങനെ പറഞ്ഞു. കുറേ ദിവസം രാജസൂയത്തിന് നോക്കിയില്ല ഭഗവാൻ ധർമ്മോത്തർ. അതെന്താ കാരണം? പെട്ടെന്ന് രാജസൂയം നടത്തിയ കൃഷ്ണൻ പോവും. ധർമ്മോത്തർക്ക് രാജസൂയം നടക്കുന്നതിനേക്കാളും താല്പര്യം എന്താ അറിയോ? കൃഷ്ണനെ കാണുക, കൃഷ്ണനെ വന്ദിക്കുക, കൃഷ്ണനെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതിലാ താല്പര്യം. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജസൂയം. അപ്പോൾ രാജസൂയം നടത്തിയ കൃഷ്ണൻ പോവും. പിന്നെ കൃഷ്ണനെ സൽക്കരിക്കാനോ കൃഷ്ണനോട് സംശയം ചോദിക്കാനോ കൃഷ്ണൻ്റെ കൂടെ ഇരിക്കാനോ പറ്റുമോ? കുറച്ച് കഴിയട്ടെ, രാജസൂയം അവിടെ നിൽക്കട്ടെ. അതിലും വലിയ യജ്ഞമാണ് കൃഷ്ണനെ കാണുക, കൃഷ്ണനോട് സംസാരിക്കുക, കൃഷ്ണൻ്റെ കൂടെയുള്ള സഹവാസം. അതിനാ ധർമ്മോത്തർ രാജസൂയത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തിരിക്കണം. അപ്പോൾ കുറച്ചിങ്ങനെ കഴിഞ്ഞു. അധികം ഭഗവാനെ ഇവിടെ നിർത്താൻ പാടും. അവിടെ ധാരകയിലെ കാവക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ പോന്നിരിക്കണം. ഒരു ദിവസം പ്രഖ്യാപിച്ചു, ഏകധാതു സഭാമധ്യേ ആർത്തിതോ മുനിപ്രദാ ബ്രാഹ്മണേ ക്ഷത്രിയർ വൈശ്യർ പ്രാതിരഭിച്ച യുധിഷ്ഠിര. അവിടെ കൂടിയിട്ടുള്ളതായ ബ്രാഹ്മണരെ ക്ഷത്രിയരെ വൈശ്യരെ എല്ലാ വിഭാഗം ആൾക്കാരും കേക്കത്തിലെ ധർമ്മപുത്ര അറിയിപ്പ്. ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനി യക്ഷേ വിഭൂതിർഭവദത്ത സമ്പാദയന പ്രഭോ. കൃഷ്ണ, ഈ രാജസൂയ നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും പാവനമായിട്ടുള്ള യജ്ഞം കൊണ്ട് അങ്ങയെ ഒന്ന് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ത്വത്പാദികേ അവിരുദം പരിയേ ചരന്തി ധ്യായന്ത അഭദ്രനശനേഷു ജയോ ഗണന്തി. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങയൊന്ന് പൂജിക്കാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് ഈ രാജസൂയം നടത്ത എൻ്റെ കേമത്തം കാണിക്കാനോ ചക്രവർത്തിയാവാനോ അല്ല. ഏത്വാം ഭജന്തി ന ഭജന്തി ദവോഭയേഷാം. ഏതൊരാളങ്ങയെ ഭജിക്കുന്നുവോ അവരുടെ മേന്മ, ഏതൊരാളങ്ങയെ ഭജിക്കുന്നില്ലയോ അവരുടെ കഷ്ടാവസ്ഥ. ദുര്യോധനാദികളെ ഉദ്ദേശിച്ചിട്ടാണ്. അത് രണ്ടും ഈ ലോകത്തിന് ഒന്ന് കാണണം. അത് നല്ലതാണല്ലോ. ഭഗവാനെ ഭജിക്കുന്നവർക്ക് എന്ത് ഗുണം ഉണ്ടാവുക, ഭഗവാനെ ഭജിക്കാത്തവർക്ക് എത്ര വിഷമം ഉണ്ടാവും എന്ന് ലോകത്തിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ രാജസൂയം ഒന്ന് നടത്തണം എന്നുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇപ്പം പറഞ്ഞു അതിന് ധർമ്മോത്തര വിഷമമൊന്നുമില്ല. ആദ്യം വേണ്ടത് എന്താണ്? എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം. അത് ജയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ചൊക്കെ ബാക്കിയുണ്ട്. വടക്കോട്ട് അർജുനനെ അയച്ചു, കിഴക്കോട്ട് ഭീമനെ അയച്ചു, തെക്കോട്ട് ദേവൻ പോയി, പടിഞ്ഞാട്ട് നകുലൻ. 4 കൂട്ടരും അതാത് രാജാക്കന്മാരെ കൊപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവരുടെ കീഴ്ക്കോയ്മ അംഗീകരിപ്പിച്ചു എന്ന് പറയാണ്. അതിന് ചേട്ടൻ ചോദിച്ചു, ജരാസന്ധനെ ജയിക്കണ്ടേ? അത് ഇതുവരെയിട്ട് ജയിക്കേണ്ടായിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലല്ലോ. അപ്പം അതില്ലാണ്ട് എങ്ങനെ രാജസൂയം നടത്തുക? അതാണ് ഇത് രണ്ടും കൂടി നടത്താം എന്ന് ഭഗവാൻ പരിപാടി ഇട്ടിട്ടാണ് രാജസൂയത്തിന് വാക്ക് നൽകിയത് തന്നെ. അങ്ങനെയാണ് വെച്ചാൽ ജരാസന്ധനൊരു പ്രത്യേകതയുണ്ട്. ബ്രാഹ്മണ ഭക്തനാണ്. ബ്രാഹ്മണ വേഷത്തിൽ ചോദിച്ചാൽ എന്തും കിട്ടും, എന്നാലേ കിട്ടുള്ളൂ. യുദ്ധം വേണമെന്ന് പെട്ടെന്ന് പോയിട്ടാണ് പറയാൻ പറ്റുമോ? ഒരു കാരണം കൂടാതെ യുദ്ധം ചെയ്യാൻ പാടില്ല. അത് നല്ല രാജാക്കന്മാർക്ക് പറഞ്ഞതല്ല, നല്ല ഭരണാധികാരികൾക്ക്. എന്നാൽ ഇപ്പം എന്താ മാർഗം? ബ്രാഹ്മണ വേഷം കെട്ടി ചോദിച്ചാൽ എന്തും ചെയ്യുന്ന യുദ്ധം വേണമെന്ന് പറയുക. എന്താ വേണ്ടത് ചോദിച്ചാൽ യുദ്ധം വേണ്ടത് പറയുക. തരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വലിയൊരു തടിയൻ ബ്രാഹ്മണനായിട്ട് ഭീമൻ, മെലിഞ്ഞ ബ്രാഹ്മണനായിട്ട് അർജുനൻ, ഇടത്തരം വണ്ണത്തിലുള്ള ബ്രാഹ്മണനായിട്ട് ഭഗവാൻ. അധികം ഇല്ല, കമ്മിയില്ല. 3 പൂണൂലൊക്കെ ഇട്ട് ഭസ്മക്കുരി ഒക്കെ കേമായിട്ട് ബ്രാഹ്മണ വേഷത്തിലാണ് ചെല്ലുകയാണ്. അവിടെ പോകുന്നത് എങ്ങനെയാണ്? ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ഉഞ്ചവൃത്തി, ശിബി, വ്യാധൻ മുതലായിട്ടുള്ളവരൊക്കെ ഭാരതത്തിലത്തെ ജരാസന്ധൻ ജയിക്കട്ടെ, ജരാസന്ധൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? ഇതിനായി മുമ്പിലത്തെ വാല് അവരൊക്കെ കൊടുത്തവരാണ്, അവരെ ഓർമ്മിപ്പിച്ചതാണ്. ഭാരതത്തിലത്തെ ഏറ്റവും വലിയ പാരമ്പര്യം കൊടുക്കുക. ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ഉഞ്ചവൃത്തി ബ്രാഹ്മണൻ, ശിബി, ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുത്ത ആളാണ് പ്രാവിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ളവർ ജനിച്ച നാടാണത്. അവിടെയുള്ള ജരാസന്ധൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ചോദിച്ചത് കൊടുക്കുക എന്നത്, ബ്രാഹ്മണർക്ക് ചോദിച്ചത് കൊടുക്കുക എന്നത് ഒരാളുടെ കടമയാണ്. അപ്പം ഞങ്ങളും ചിലത് ചോദിച്ചിട്ടാണ് വരുന്നത്, നൽകണം എന്ന സൂചന അതിനകത്ത് ഉണ്ട്. ആ ജരാസന്ധൻ നോക്കിയപ്പോൾ ബ്രാഹ്മണരുടെ വേഷമേ ഉള്ളൂ. പ്രകൃതം ശുചിക്ക് നോക്കുക വെച്ചാൽ ഏതുപോലെയാണ്?
ക്ഷത്രിയൻ്റെയാണോ രാജന്യബന്ധുൻ വിജ്ഞായ, ക്ഷത്രിയരാണ് എന്നാണല്ലോ തോന്നണത്. ബ്രാഹ്മണർക്കും ഉണ്ടാവും ചില ലക്ഷണങ്ങളൊക്കെ, സാത്വിക ഗുണം, ശാന്തത, നടത്തത്തിലും പൊക്കറ്റിലും ഒരു മൃദുത്വം ഉണ്ടാവും. അതുകൊണ്ട് ഇവർ ബ്രാഹ്മണരല്ല എന്നാണ് സംശയിച്ചത്. അത് ശരിയാവുകയും ചെയ്തു. പക്ഷേ വേഷത്തിനെയും കൂടി ബഹുമാനിക്കുന്ന ആളാണ് ജരാസന്ധൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു. ആത്മശിരോപിവ, എൻ്റെ ശിരസ്സാണെങ്കിലും അങ്ങേക്ക് നൽകാം, നിങ്ങൾക്ക് നൽകാം. വാക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഭഗവാൻ ഒന്ന് പരിചയപ്പെടുത്തി. അസോ മൃഗോദര പാർത്ഥ, രാജൻ ഇത് ഭീമനാണ്, ഞങ്ങൾ ബ്രാഹ്മണരൊന്നുമല്ല, ഇനി സത്യം പറയാം, ഇത് ബ്രാഹ്മണരാണ്. അസോ മൃഗോദര പാർത്ഥ തസ്യ രാജാർജുനോ ഹ്യയം, ഇടതുവശത്ത് നിൽക്കുന്നത് അവൻ്റെ അനുജനായിട്ടുള്ള അർജുനൻ. ഭഗവാൻ ജരാസന്ധൻ്റെ മുഖത്തേക്ക് നോക്കി, ഇന്നെ കണ്ട ഓർമ്മയുണ്ടോ അങ്ങേക്ക്? 17 പ്രാവശ്യം യുദ്ധത്തിന് വന്നു, തോറ്റതാ ഭഗവാനോട്, ഓർമ്മയില്ലാണ്ടിരിക്കും. ഒന്ന് നോക്കിയപ്പോൾ തന്നോട് ഞാൻ ഈ യുദ്ധത്തിന് വരില്ല. 17 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ട് കഷ്ടിച്ചൊന്ന് ജയിക്കാൻ 18ാമത് വന്നപ്പോഴേക്കും പേടിച്ചോടി സമുദ്രത്തിൽ പോയ ആളാണ് നീ, അതുകൊണ്ട് എന്നോട് ഞാൻ യുദ്ധത്തിന് വരില്ല. അർജുനനോട് യുദ്ധത്തിന് വന്നിട്ട് കാര്യമില്ല, കൈയൊന്ന് വീശാനുള്ള സമയമല്ല, അപ്പോഴേക്ക് അർജുനൻ്റെ കഥ കഴിയും. അർജുനൻ്റെ വില്ലാളി വീരത്തൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ജരാസന്ധന്, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇവനുണ്ടോ ഒരടിക്ക് ബാക്കി? ആ ഭീമനെ നോക്കിയിട്ട് പറയും, ഭീമനോട് വേണമെങ്കിൽ ഞാനൊരു കൈ നോക്കാം, മതി. ഭഗവാൻ സമ്മതിച്ചു. അതിഗംഭീരമായിട്ടുള്ള ഗദായുദ്ധം, 27 ദിവസം ഗദായുദ്ധം ഉണ്ടായി. അവസാനം ഒരു കൊമ്പ് പിളർന്ന് തിരിച്ചാമർച്ചിട്ടിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ മാത്രമേ ജരാസന്ധനെ കൊല്ലാൻ പറ്റുള്ളൂ. അത് ജര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിശാച് ആണത്രേ ജരാസന്ധനെ ജീവിപ്പിച്ചത്. മരിച്ച സമയത്ത് 2 കഷ്ണമായിട്ടാണ് പ്രസവിച്ചത്. ഇതിന് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജര എന്ന് പറഞ്ഞ പിശാച് എന്ത് ചെയ്തു? പച്ച മാംസത്തിൻ്റെ അവിടെ ഇതിനെ മറവ് ചെയ്തപ്പോൾ ഈ കുട്ടിയെ 2 കഷ്ണമായിട്ട് കണ്ടു, അതിനെ യോജിപ്പിച്ചു. എന്നെ ആർക്കും കൊല്ലാൻ പറ്റാതെ പോട്ടെ എന്നൊരു വരം കൊടുത്തിട്ടുണ്ട് എന്നാണ്. കീറി തിരിച്ചാമറിച്ചിടണം, എന്നാൽ മാത്രമേ ജരാസന്ധൻ മരിക്കുള്ളൂ. കീറി 2ആക്കുക, ഒരു കഷ്ണത്തിൻ്റെ കാലിൻ്റെ സ്ഥാനത്ത് മറ്റേ കഷ്ണത്തിൻ്റെ തല വരണം. തലാകാലെന്ന് വ്യത്യസ്തമായി ഇട്ട് മാത്രമേ ജരാസന്ധനെ കൊല്ലാൻ പറ്റുള്ളൂ. ഇത് ഭഗവാനറിയാം. ഭഗവാനറിയാത്ത ഒരു കാര്യമില്ലല്ലോ, വേറെ ആർക്കോട്ടും അറിയില്ല. അതുകൊണ്ടാണ് ജരാസന്ധൻ മരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കണത്. ആർക്കും കൊല്ലാൻ പറ്റില്ല, ഇതറിയാത്തവർക്ക് ആർക്കും കൊല്ലാൻ പറ്റില്ല. അപ്പം കമ്പ് പിളർന്ന് തിരിച്ചാമർച്ചിട്ടു, ഒരറ്റത്തിൻ്റെ അറ്റത്തിരി വിപരീതമായിട്ട് വരണം. അങ്ങനെ ഇട്ടതോടു കൂടിയിട്ട് കാര്യം മനസ്സിലാക്കി ഭീമൻ എന്ത് ചെയ്തു? ജരാസന്ധൻ്റെ കാല് പിടിച്ച് വലിച്ചു, ഒരു കാല് ചവിട്ടി ആന പട്ട ചീന്തണ പോലെ തിരിച്ചാമർച്ചിട്ടു ജരാസന്ധനെ വധിക്കുകയും ചെയ്തു. ആ ദുഷ്ടൻ തളങ്കല്ല് വെച്ച ഒരുപാട് പാവം രാജാക്കന്മാരെ മോചിപ്പിച്ചു. അവർ ഭഗവാനെ കണ്ടു. ജയിലിൻ്റെ കാരാഗ്രഹവാതിൽ തുറന്നപ്പോൾ ആദ്യം കണ്ടത് ആരെ അറിയൂ? കൃഷ്ണനെയാണ്. അപ്പം അവർ പറയുകയാണ്, സർവേശ്വര, ഈ ജരാസന്ധനോട് സത്യത്തിൽ ഞങ്ങൾക്കിപ്പം നന്ദിയാണ്. അവൻ തളങ്കലിട്ടതുകൊണ്ട് വലിയൊരു ഗുണം കിട്ടി. കൃഷ്ണ, അങ്ങേ കാണാൻ തരായി. വയം പുരാ ശ്രീമത നഷ്ടദൃഷ്ടയോ, ഞങ്ങൾ രാജാക്കന്മാരാണ്, ശ്രീമതം അഹങ്കാരം വന്ന ആ രാജ്യത്തിരുന്ന് ഭരിച്ചാൽ അങ്ങേ കാണാൻ പറ്റുമോ? അപ്പോൾ ഇവൻ പിടിച്ചിവിടെ കൊടുന്നിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു നേട്ടം കിട്ടി. രാജ്യ നേട്ടത്തിനേക്കാട്ടിലും വലിയ നേട്ടമാണെന്ത്? അങ്ങയെ കാണുക. ശംഖചക്രഗദാത്മാദികളിൽ വെച്ച് നീലമേഘശ്യാമള സ്വരൂപത്തിൽ കൂടി ചതുർബാഹുവായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്നാണ് അവിടെ ആ സ്വരൂപമാണ് വർണ്ണിക്കുന്നത്. എന്നിട്ടോ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ആശ്രയിച്ചവരുടെ ദുഃഖം തീർത്ത് രക്ഷിക്കും എന്നിതാ ഒരിക്കൽ കൂടി അങ്ങ് തെളിയിച്ചിരിക്കണു. രക്ഷിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവർ ഭഗവാനെ തുതിച്ചു. അവരെയൊക്കെ അതാത് സ്ഥലത്തേക്ക് ഭഗവാൻ രാജ്യം ഭരിക്കാൻ അയക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാ തീർത്ഥങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ജലം ഭഗവാന്റെ പാദത്തിൽ അഭിഷേകം ചെയ്ത് രാജസൂയം അതിഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അവിടുന്ന് കുറേ ശിശുപാലൻ ചീത്ത പറഞ്ഞു. ഇവിടെ വ്രതമുള്ളവർ, വയസ്സിന് മേപ്പെട്ടുള്ളവർ, അറിവുള്ളവർ, ഇക്കര കേമന്മാരുണ്ടായിട്ട് അഗ്രപൂജയ്ക്ക് ഈ കൃഷ്ണനെയാണോ തിരഞ്ഞെടുത്തത്? അയ്യേ, വളരെ മോശമായി എന്നും പറഞ്ഞ് കൃഷ്ണനെ ഒരുപാട് വർഷിച്ചു ചീത്ത പറഞ്ഞു, അപമാനിച്ചു. 101ാമത്തെ ചീത്ത പറഞ്ഞപ്പോഴാണ് അത്ര ചക്രം അയച്ച് ഭഗവാൻ ശിശുപാലനെ വധിച്ചത്. കാരണം 101 ചീത്ത പറയണവരെ തന്നെ കൊല്ലരുത് എന്ന ഒരു വരം കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക്.
അതിനൊരു കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ ജരാസന്ധനെ വധിച്ചു, രാജസൂയം കഴിഞ്ഞു. പിന്നീട് ദുര്യോധനൻ്റെ സ്ഥലജല വിഭ്രാന്തിയെക്കുറിച്ചാണ് പറയുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.